ഇനി നമ്മൾ പറയാൻ പോണത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. അതായത് ഒരു പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി കെ സക്സസ്. അതായത് ഒരു ട്രയൽ നടത്തുന്ന സമയത്ത് ഇത്ര സക്സസ്സുകൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രോബിലിറ്റി ഗെറ്റ് ചെയ്യുന്നതിനെയാണ് അവിടെ അതിൽ ആ ഒരു ട്രയലിൽ രണ്ട് ഔട്ട്കംസേ ഉണ്ടാവും, സക്സസോ ഫെയിലിയറോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാം, ഒരു ഇൻഡിപെൻഡന്റ് ട്രയൽ നടക്കുകയാണ്. ആ ഇൻഡിപെൻഡന്റ് ട്രയലിൽ രണ്ട് ഔട്ട്കംസേ ഉള്ളൂ, എന്ത് ഫോർ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. അവിടെ എക്സാക്ട്ലി എത്ര സക്സസ് കിട്ടുന്നു എന്നുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അതിന്റെ ഇക്വേഷൻ വന്നിട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എൻ കെ പി റേസ് ടു കെ വൺ മൈനസ് പി എൻ മൈനസ് കെ. നിങ്ങൾക്ക് മാത്സിൽ ഓൾറെഡി അറിയുണ്ടാവും. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, കെ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ഔട്ട്കംസ്, പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ്, വൺ മൈനസ് പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, എ കോയിൻ ഈസ് ടോസ് 10 ടൈംസ് ആൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് ഈസ് 0.5. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 ഹെഡ്സ്? നിങ്ങൾക്ക് മനസ്സിലായി, ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു. ഹെഡ് കിട്ടേണ്ട, അതായത് ഹെഡ് കിട്ടുന്ന ചാൻസ് പറഞ്ഞാൽ 0.5 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടേണ്ട ക്വസ്റ്റ്യൻ അത് സക്സസ്ഫുൾ ഔട്ട്കംസിന്റെ കോൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെ ഈക്വൽ ടു 6 ആണ്. ഇത് ചെയ്യാൻ ജസ്റ്റ് സെയിം നമ്മൾ എങ്ങനെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചത് അതേപോലെ തന്നെയാണ്. ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ബൈനോം ഡോട്ട് പി എം എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കെ കോമ എൻ കോമ പി, അതായത് എത്രയാണോ ഇപ്പോൾ ചെയ്യുന്ന വാല്യൂ, അതായത് നമ്മളുടെ എത്രയാണോ അതിന് കിട്ടുന്ന സക്സസ്ഫുൾ ഇവന്റ്സ്, പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, പിന്നെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്. ഈ കെ എൻ പി ആണ് അതിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. അത് ചെയ്യുക, അത് പ്രിന്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A startup has 60% chance of getting funding from each investor they pitch to. If they pitch to 8 investors, write a Python program to calculate the probability of getting fund from exactly 5 investors. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? കെന്റെ വാല്യൂ നമുക്ക് അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ, കെന്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി എന്താണ് 5 ആണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എൻ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് 8 ആണെന്ന് മനസ്സിലായി. ചാൻസ് ഫണ്ടിങ്ങിന് കിട്ടുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.6 ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എന്താണ് ഇവിടെ ഞാനൊന്നും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ള ഫ്രം വെച്ച് ചെയ്തെന്ന് മാത്രം. ഫ്രം സ്കൈപ്പേ ഡോട്ട് സ്റ്റാറ്റ്സ് ഇമ്പോർട്ട് ബൈനോം എത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ബൈനോം ഡോട്ട് പി എം എഫ് എക്സ് എൻ പി, അതായത് കെ എൻ പി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രിന്റ് ചെയ്തു. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മുടെ പ്രോഗ്രാം സിമ്പിൾ ആണ്. ഇനി നമുക്ക് പ്ലോട്ടിംഗ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് എനിക്കറിയാം. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ വാല്യൂസുകൾക്കൊക്കെ സിംഗിൾ വാല്യൂസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു പ്ലോട്ടിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2-3 വാല്യൂസ് എക്സിലും വൈയിലും വന്നാൽ മാത്രമേ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എൻ പി ഡോട്ട് അറേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എ റേഞ്ച് ഉദ്ദേശിക്കുന്നത് റേഞ്ച് പോലെ തന്നെയാണ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് എന്ന പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ. എക്സ് വാല്യൂ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എൻ പി ഡോട്ട് എ റേഞ്ച് 0,n+1. n+1 എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് എന്താണ് n കിട്ടണേ, നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ n+1. ഇനി y വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യണത് ഇത്രയേ ഉള്ളൂ. ബൈനോം ഡോട്ട് പി എം എഫ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. എക്സ് വാല്യൂ, ഇപ്പൊ കിട്ടിയ എക്സ് വാല്യൂ റേഞ്ചും നേരത്തെ ചെയ്ത അതേ വാല്യൂ. ഓക്കെ, ഈ വാല്യൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഈ എക്സ് സിംഗിൾ ഡിജിറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അത് വെച്ച് നമുക്ക് ഒരിക്കലും പ്ലോട്ടിംഗ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് എക്സ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുക്കണം. നേരത്തെ നമ്മൾ പോയിസണിലും സെയിം കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തത്, അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എക്സിന് മാത്രം നമ്മൾ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുക്കുക. 0,n+1 എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നോർമലി പോയിസൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് കെ എൻ പി ആയിരുന്നു. ആ കെന്റെ വാല്യൂ ഒന്ന് കൂട്ടി, അത് കെ എൻ പി ആയിരുന്നു, അതിൽ എൻ ഉണ്ടല്ലോ, ആ n+1 നമ്മൾ വെച്ചൊരു റേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് വാല്യൂ കിട്ടും. ആ എക്സ് വാല്യൂ ആണ് പ്ലോട്ട് ചെയ്യാൻ എടുക്കണേ. ബാക്കിയൊക്കെ സെയിം ആണ്. പി എൽ ടി ഡോട്ട് ടൈറ്റിൽ, പി എൽ ടി ഡോട്ട് എക്സ് ലേബൽ, പി എൽ ടി ഡോട്ട് വൈ ലേബൽ, പി എൽ ടി ഡോട്ട് ഷോ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സാധനം. നിങ്ങളിങ്ങനെ ഞാൻ ബാർ പ്ലോട്ട് അതിൽ യൂസ് ചെയ്തത്. അപ്പോൾ ഏത് പ്ലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവിടെ എക്സും വൈയും വാല്യൂ മാത്രം കൊടുത്താൽ മാത്രം മതി, സാധനം കിട്ടും. ജസ്റ്റ് ഒന്ന് ഞാനിവിടെ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. ജസ്റ്റ് മനസ്സിലാക്കുക, ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളത് മനസ്സിലാക്കാൻ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ബൈനോമിയലിന്റെ അഗെയിൻ വന്നതാണ്. എ മാനുഫാക്ചർ ഫൈൻഡ്സ് ദാറ്റ് 10% ഓഫ് ദ ഐറ്റംസ് പ്രൊഡ്യൂസ് ആർ ഡിഫക്റ്റീവ്. If a quality control engineer picks 12 items at random, write a Python program to calculate the probability of finding exactly 2 defective items. Plot the binomial distribution for 0 to 12 defective items. ഇവിടെ കൃത്യമായി എക്സിന്റെ വാല്യൂ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, 0-12, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഈ n items +1 കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ അതേ കോൺസെപ്റ്റ് ആണ്. നമുക്ക് n 12 ആണെന്ന് മനസ്സിലായി, p 0.1 ആണെന്ന് മനസ്സിലായി, എക്സ് എന്ന് പറയുന്നത് 2 ആണെന്നും കൃത്യമായി മനസ്സിലായി. അപ്പോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണ്? ബൈനോമിയൽ ഡോട്ട് പി എം എഫ് കെ എൻ പി, അതായത് ഇവിടെ എക്സ് എൻ പി ചെയ്തു. അത് അത് പ്രിന്റ് ചെയ്ത് കാണിച്ചു, വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? എക്സ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് നമുക്ക് പ്ലോട്ട് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് വാല്യൂ എങ്ങനെ എടുക്കുക? എൻ പി ഡോട്ട് എ റേഞ്ച്
0, n+1 അല്ലെങ്കിൽ കിട്ടിയ എന്നിന്റെ വാല്യൂ +1. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ y വാല്യൂ നമ്മൾ എന്നെ കണ്ടുപിടിക്കും, ബൈനോമിയൽ ഡോട്ട് പി എം എഫ് ബ്രാക്കറ്റിൽ എക്സ് വാല്യൂസ്, പിന്നെ എന്താ ചെയ്യുക, എൻ പി കഴിഞ്ഞു. അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടി. ഇനി പ്ലോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്തോടെ. ഇവിടെ ബാറാണ് യൂസ് ചെയ്ത് എക്സ് വാല്യൂ കോമ വൈ വാല്യൂ, എക്സ് കോമ വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലോട്ട് കിട്ടും. അതിന് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ആകെ plt.show മാത്രം ചെയ്താൽ മതി. ഇതാണ് അതിന്റെ ഗ്രാഫ്. മനസ്സിലായോ? ജസ്റ്റ് ഒന്നുകൂടിയും പ്രോഗ്രാമിലേക്ക് ഞാൻ ഈ ക്വസ്റ്റ്യനിലും പ്രോഗ്രാമിലേക്ക് ഞാൻ വെക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടേക്ക് യുവർ ടൈം, പോസ് ചെയ്യുക, മനസ്സിലാക്കുക, ദെൻ മൂവ് ഓൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.